നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നിങ്ങൾ തൊഴിലിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ വിജയം കാണുന്നതായി തെളിയുന്നുണ്ട്. ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാനിടയുണ്ട്. കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷമാണ് ഉണ്ടാവുന്നത്. പൂർവിക സ്വത്ത് അനുഭവയോഗത്തിൽ വരാനുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. വസ്തുസംബന്ധമായ ക്രയവിക്രയങ്ങൾ നടത്തുന്നവർക്ക് പ്രതീക്ഷിച്ച ലാഭം നേടുവാൻ സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്കാകട്ടെ നല്ല വാർത്തകൾ ലഭിക്കാനിടയാകുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗത്തിൻ്റെ അനാരോഗ്യം നിങ്ങളെ ആശങ്കാകുലനാക്കുവാൻ സാധ്യതയുണ്ട്. യാത്രകൾ വേണ്ടി വന്നേക്കാവുന്ന സമയമാണിത്. കുടുംബത്തിലെ ചില പ്രധാന തീരുമാനങ്ങളിൽ നിങ്ങളുടെ പങ്ക് നിർണായകമാകുന്നതാണ്. അടുത്ത കാലത്തായി നിങ്ങൾക്ക് ഒരാളുമായുള്ള സൗഹൃദം പ്രണയമായി മാറുന്നതായി അനുഭവയോഗ്യം. വിവാഹിതർക്ക് തങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജോലികളെല്ലാം കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ നേട്ടത്തിൽ പൂർണ്ണമായും തൃപ്തി തോന്നില്ല. കൂടുതൽ നേടുവാനുള്ള ആഗ്രഹം നിലനിൽക്കുന്നതാണ്. ഇനി കുടുംബത്തിലെ ജോലിക്കാരായ സ്ത്രീകൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കുടുംബത്തിലും ജോലിസ്ഥലത്തും അവരുടെ ബഹുമാനം വർദ്ധിപ്പിക്കുന്നു. ബിസിനസ് നടത്തുന്നവർക്ക് പൊതുവെ നല്ല സമയമാണ് കാണുന്നത്. നിങ്ങൾ വലിയ കച്ചവടങ്ങളോ ബിസിനസ് കരാറുകളോ ഉറപ്പിക്കുന്നതിന് മുൻപായി പരിചയസമ്പന്നരിൽ നിന്ന് അഭിപ്രായം തേടുന്നത് നന്ന്. ചെറുകിട ബിസിനസ്സുകാർക്കാകട്ടെ ദീർഘകാല നഷ്ടമുണ്ടാകുവാനുള്ള സാധ്യത ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ ജൂൺ മാസം വളരെ അനുകൂലമാണ്. തങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവിടാൻ സാധിക്കുന്നു. സ്വയം തൊഴിലായാലും ബിസിനസ് സംബന്ധമായ തീരുമാനങ്ങളായാലും വളരെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യുന്നു. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പണം നഷ്ടപ്പെടുവാനോ ആദായം ലഭിക്കുവാൻ കാലതാമസം ഉണ്ടാവുകയോ ചെയ്തേക്കാം. തൊഴിൽ രംഗത്തും വ്യക്തിജീവിതത്തിലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ വീഴ്ച കാണുവാൻ ആഗ്രഹിക്കുന്നവർ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വഴിതിരിച്ചുവിടാൻ ചില വിചിത്രമായ കാര്യങ്ങളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചേക്കാം. അതിനാൽ ഇത്തരം ആളുകളെ കരുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലും വളരെ അനുകൂലമായ സമയം തന്നെയാണിത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളുമായി തർക്കത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ശാരീരിക വേദന പോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ അനിവാര്യമാണ്. ജോലിക്കാരായവർക്ക് അധിക ജോലിഭാരം അനുഭവപ്പെടുന്ന സമയമാണ്. ദേഷ്യം, അഹങ്കാരം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട്. ജോലിക്കാർക്കാണെങ്കിൽ തങ്ങളുടെ തൊഴിലിടത്തിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം. സഹപ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാതെ വരാവുന്നതാണ്. കൂടാതെ ജോലിസ്ഥലത്ത് എതിരാളികളും ശത്രുക്കളും വർദ്ധിച്ചേക്കാം. ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ ജാഗ്രതയോടെ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ ആരോഗ്യകാര്യത്തിലെ ചെറിയ അശ്രദ്ധ പോലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ട് തന്നെയാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത കാണിക്കണമെന്ന് പറയുന്നത്. മതപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്നതായാണ് കാണുന്നത്. അധിക വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ ദാമ്പത്യത്തിലോ പ്രണയ ജീവിതത്തിലോ ജൂൺ മാസാവസാനം ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുന്നത് ഗുണഫലാർഹം. സഹോദരങ്ങളുമായി ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി ശ്രമിക്കുമ്പോൾ വ്യക്തമായ ആശയവിനിമയം ഉറപ്പാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളുടെ അഭിപ്രായം ഒരിക്കലും അവഗണിക്കുവാൻ പാടുള്ളതല്ല.
അപ്രതീക്ഷിതമായി ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ മേൽ വന്നേക്കാവുന്ന സമയമാണിത്. ഇനി മൊത്തക്കച്ചവടക്കാർ, എക്സ്പോർട്ട്, ഇമ്പോർട്ട് എന്നീ കർമ്മമണ്ഡലങ്ങളിലുള്ളവർ തങ്ങളുടെ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഒട്ടും തിടുക്കം കാണിക്കേണ്ടതില്ല. വളരെയധികം ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണകരമായി കാണുന്നു. പെട്ടെന്നുള്ള വലിയ ചിലവുകൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. ചില പ്രധാന ആവശ്യങ്ങൾക്കായി നിങ്ങൾ സ്വരൂപിച്ച സമ്പത്തിൻ്റെ ഏറിയ പങ്കും ചെലവാക്കേണ്ടി വന്നേക്കാം. ജോലിക്കാർക്ക് സഹപ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാതെ വരുന്നത് നിരാശയ്ക്ക് കാരണമാകുന്നതാണ്. നിങ്ങൾക്ക് അതിഥി സന്ദർശനം മൂലം കുടുംബത്തിൽ സന്തോഷമായിരിക്കും സംജാതമാവുക. ബിസിനസ്സുകാർക്ക് ജൂൺ മാസം 2ാം പകുതിയിൽ ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾ നടത്തുന്ന പദ്ധതികൾക്ക് ഫലം കാണുന്നതാണ്. ഇടപാടുകളിൽ നിന്ന് വളരെയധികം നേട്ടമുണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നു. ജോലി മാറുവാൻ ശ്രമിക്കുന്നവർക്ക് ഒരു പ്രമുഖ കമ്പനിയിൽ നിന്ന് അവസരം ലഭിക്കാനിടയുണ്ട്. തൊഴിൽ പഠന ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകുവാനുള്ള ശ്രമം നടത്തുന്നവർക്ക് നേരിട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്ന സമയമാണിത്. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. വലിയ പ്രൊജക്റ്റുകൾ, ബിസിനസ് ചെയ്യുന്നവർ എന്നിവർ വലിയ ലാഭം നേടുവാൻ സഹായിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നന്നായി വായിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം രേഖകളിൽ ഒപ്പുവെക്കുന്നത് ഉചിതമായി കാണുന്നു. രാഷ്ട്രീയക്കാർക്ക് പൊതുവെ ഗുണകരമായ ഫലങ്ങളാണ് ജൂൺ മാസം കാണുവാൻ സാധിക്കുന്നത്. പൊതുജനഹിതവും ജനസൗഹാർദ്ദവുമായ നിങ്ങളുടെ പ്രവർത്തന ശൈലി മൂലം കൈവരുന്ന ആദരവും ബഹുമാനവും നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതാണ്. കലാ, സാഹിത്യ, സിനിമാ മേഖലകളിലുള്ളവർക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെങ്കിലും വളരെയധികം പ്രൊജക്റ്റുകൾ തുടർ മാസങ്ങളിലേക്കും തുടർ വർഷങ്ങളിലേക്കുമുള്ള കർമ്മമണ്ഡല സംബന്ധമായ കരാറുകൾ വന്നു ഭവിക്കുന്നതായി കാണുന്നു. വളരെയധികം സാമ്പത്തിക സമൃദ്ധിയാണ് നിങ്ങളെ ജൂൺ മാസം അവസാനത്തോടെയും തുടർ മാസങ്ങളിലും കാത്തിരിക്കുന്നത്. സർക്കാർ തലങ്ങളിലേക്ക് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ സേനകളിലും മറ്റു രാജ്യസേവന വകുപ്പുകളിലും ജോലി ചെയ്യുന്നവർക്ക് വകുപ്പ് മാറ്റം, ജോലി മാറ്റം, പ്രൊമോഷൻ, ശമ്പള വർധനവ് എന്നിവയ്ക്കെല്ലാം തന്നെ വളരെയേറെ സാധ്യത കാണുന്നു. നിങ്ങളുടെ സന്താനങ്ങൾ, സഹോദരർ, കുടുംബാംഗങ്ങൾ എന്നിവരിലൂടെ നിങ്ങൾക്ക് ജീവിതാഭിവൃദ്ധി ഉണ്ടാകുന്നതായി കാണുന്നു. ജീവിതത്തിലെ പ്രയാസകരമായ ഘട്ടങ്ങളിൽ ജീവിത പങ്കാളി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നത് വളരെ ആശ്വാസദായകവും സന്തോഷജനകവും ആവുന്നത് അനുഭവയോഗ്യമായി കാണുന്നു. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ ലഭിക്കുന്നു. ആഡംബര വസ്തുക്കൾ വാങ്ങുവാനായി ധാരാളം പണം ചിലവഴിച്ചേക്കാം. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളെല്ലാം തന്നെ ജൂൺ മാസം പകുതിയോടെ തന്നെ സാധ്യമാകുന്നതായി അനുഭവപ്പെടുന്നു. അതുപോലെ നിങ്ങൾ ചില സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നതാണ്. സമൂഹത്തിലെ ഉന്നതരായ ചില വ്യക്തികളെ പരിചയപ്പെടാനുള്ള അവസരം ലഭിക്കുന്നു. നിങ്ങളുടെ കുടുംബ സാമൂഹിക ബന്ധങ്ങൾ ദൃഢമാകുന്ന സമയമാണ് ഇത് എന്ന് പറയാം. ജൂൺ മാസത്തിൽ നിങ്ങൾ വിനോദകാര്യങ്ങൾക്കായി സമയവും പണവും ചെലവഴിക്കുവാൻ സാധ്യതയുണ്ട്. സന്താന സൗഭാഗ്യം കൈവരുന്നു. കൂടാതെ തങ്ങളുടെ ജീവിത പങ്കാളിയുമായി സമയം കൂടുതൽ ചെലവിട്ട് ജീവിതം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. ജൂൺ മാസാവസാനത്തിൽ ചില വിഷയങ്ങളിൽ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിതാന്തമായ ശത്രുതയിലേക്ക് മാറാതിരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആശയവിനിമയങ്ങളെല്ലാം തന്നെ അതീവ ജാഗ്രതയോടെ വേണ്ടുന്നതാണ്. അല്ലെങ്കിൽ ദീർഘകാലം കൊണ്ട് കെട്ടിപ്പടുത്ത ആത്മബന്ധങ്ങൾ പോലും തകർന്നേക്കാം. മാസാവസാനങ്ങളെല്ലാം തന്നെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് വളരെ ഗുണപരമാണ്. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ത്രിമധുരം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്.
ജാതിമതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.